ഹലോ. എന്താ എടാ? എടീ, ഞാൻ മോനേന്റെ പുറകെ തന്നെ ഉണ്ട്. പക്ഷെ മോനേനെ ഫോളോ ചെയ്യുന്നതായിട്ടൊന്നും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല ആരും. നീ ഇപ്പൊ എവിടെയാ? ഞാൻ മോനേന്റെ ഓഫീസിന്റെ അടുത്ത് തന്നെ ഉണ്ട്. മോനേന്റെ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും കാണാൻ പറ്റും. എടാ, അതാരാണെന്ന് എനിക്ക് എന്തായാലും അറിയണം. നീ മാക്സിമം ട്രൈ ചെയ്. പിന്നെ വേറൊരു കാര്യം, ഈ സഹായിക്കുന്ന ആരായാലും അത് നമുക്ക് പരിചയമുള്ള ആളായിരിക്കും. നിന്നെ കണ്ട ചിലപ്പോ വന്ന് ക്യാഷ്വൽ ആയിട്ട് സംസാരിച്ചെന്നും വരും. അങ്ങനെ ആരെങ്കിലും വന്നാലും നീ എന്നോട് പറയണം കേട്ടോ. ഞാൻ പറഞ്ഞോളാം. ഇയാളെന്താ ഇവിടെ? എന്താടാ? എടീ, അങ്ങനെ വിളിക്കാം. ഗടിമാനത്തോട് നോക്കി ചിരിച്ചോണ്ടിരിക്കുന്നത്? അത് ഞാൻ കാക്ക മലർന്നു പറക്കുന്നുണ്ടോ നോക്കിയതാ. കാക്ക മലന്ന് പറക്കാനോ? നിനക്ക് വയ്യേ? പിന്നല്ലാതെ ഇന്ന് ചേച്ചിയോട് ആരാ വന്ന് കുഞ്ഞിന് അനക്കമുണ്ടോ ശ്രദ്ധിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പോയത്. എനിക്ക് ഇപ്പോഴും അത് വിശ്വസിക്കാൻ പറ്റണില്ല. ഒരാൾക്ക് എത്ര നാളിങ്ങനെ ഏറും പിടിച്ച് നടക്കാൻ പറ്റും? അപ്പൊ അവർക്കും അങ്ങേരെ സ്വഭാവം മനസ്സിലായി കാണും. അങ്ങേരെ അവരെ എവിടെ നിന്ന് അടിച്ചിറക്കാൻ നോക്കിയില്ലേ? കുടിച്ച വെള്ളത്തി അങ്ങേരെ വിശ്വസിക്കാൻ പറ്റില്ലെന്ന് അവർക്ക് മനസ്സിലായി. അതാ അവർ എന്റെ അടുത്തോട്ട് വന്നത്. അല്ലെങ്കിൽ തന്നെ അവർക്ക് എന്റെ അടുത്ത് എന്താ പ്രശ്നം? അങ്ങേര് വിളിച്ചു പറഞ്ഞ കള്ളം അവര് വിശ്വസിച്ചെന്നല്ലേ ഉള്ളൂ. ഇപ്പൊ എന്നെ ആരെങ്കിലും ദ്രോഹിച്ചു കൊന്നാൽ നീ അടങ്ങിയിരിക്കുമോ? ഇല്ലല്ലോ. അതേ അവരും ചെയ്തുള്ളൂ, അവരുടെ ചേച്ചിക്ക് വേണ്ടി. ഇപ്പൊ ഇവിടെ ഉള്ളവർക്കെല്ലാം അങ്ങേരുടെ തനി സ്വരൂപം മനസ്സിലായി. എന്റെ മോക്ക് മാത്രമേ അത് മനസ്സിലാവാതുള്ളൂ. അത് അവൾക്ക് മനസ്സിലാവും ചേച്ചി. അവളെ അങ്ങേര് മൊത്തത്തിൽ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുക. അവളുടെ മനസ്സ് മാറി സ്വയം തിരിച്ചറിവുണ്ടാവും വരട്ടെ. അച്ഛനോട് കുറച്ച് ദിവസം കൂടി ലീവ് എടുക്കാൻ പറഞ്ഞിട്ട് അച്ഛൻ കേൾക്കുന്നില്ല. അച്ഛൻ രാവിലെ തന്നെ ഓഫീസിൽ പോയി. അമ്മയാണെങ്കിൽ ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കുന്നുമില്ല. പക്ഷെ മായമ്മയാണ് ഇത് ചെയ്തെന്ന് പ്രൂവ് ചെയ്യണ്ടേ? പ്രൂവ് വേണം. പക്ഷേ മായമ്മ ഇത് ചെയ്തതെന്ന് നമ്മുടെ വല്ല ഉറപ്പുണ്ടോ? ഇന്നലെയും കൂടി മായമ്മയോട് നമ്മൾ ചോദിച്ചതല്ലേ ഉള്ളൂ. നിങ്ങൾ അറിഞ്ഞ എന്തു പറ്റി? മായമ്മയും വാണിയമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ആയി. എന്തോന്ന്? മായമ്മയും വാണിയമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ആയിന്ന്. ആര് പറഞ്ഞു? എന്റെ അമ്മ. മായമ്മ വാണിയമ്മയോട് കുഞ്ഞിനെ ശ്രദ്ധിക്കാനൊക്കെ പറഞ്ഞു. ഇതും പറഞ്ഞ എന്റെ അമ്മ ടെൻഷൻ അടിച്ച് കിടക്കുവാ. ഷേ, മൊത്തം കൺഫ്യൂഷൻ ആയല്ലോ. ഇനി സത്യമായിരിക്കോ അതോ നിന്റെ അമ്മ കള്ളം പറഞ്ഞതാണോ? അല്ല, ഇത് കള്ളമല്ല, ഉറപ്പാ. ഇതിനകത്ത് എന്തോന്നും കൺഫ്യൂഷൻ? എടാ, മായമ്മയാ അത് ചെയ്തതെങ്കിൽ മായമ്മ ധൈര്യത്തോടെ അമ്മയുടെ മുമ്പിൽ പോയി കുഞ്ഞിനെ ശ്രദ്ധിക്കാൻ പറയുവോ? ശരിയാണല്ലോ. ഇനി അച്ഛൻ കള്ളം പറഞ്ഞായിരിക്കോ? അച്ഛൻ നമ്മളോട് കള്ളം പറയില്ല. എല്ലാരും ഒറ്റപ്പെടുത്തിയപ്പോ വേറെ വഴിയില്ലാതെ കള്ളം പറഞ്ഞാണെങ്കിലോ? എന്താ മൂന്നും കൂടിയുടെ പരിപാടി? കുഞ്ഞമ്മ, മായമ്മ എന്താ അമ്മയോട് പറഞ്ഞേ? അവർക്ക് തലയ്ക്ക് അടിയിട്ടിന്നാ തോന്നണേ. ഞാനും ചേച്ചിയും കിച്ചണിൽ നിന്നപ്പോ അവര് വന്നിട്ട് പറയാ കുഞ്ഞിന് അനക്കമുണ്ടോ ശ്രദ്ധിക്കണം എന്നൊക്കെ. ഞാൻ ഞെട്ടിപ്പോയി. കേട്ടാ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അതിലിപ്പോ എന്താ പ്രശ്നം? കുഞ്ഞമ്മ, ഞങ്ങൾ വിചാരിക്കുന്നതേ ഈ മായമ്മയാണ് അമ്മയുടെ ജോലി കളഞ്ഞതെന്നാ. അച്ഛനും അങ്ങനെ തന്നെ പറയുന്നേ. അതെനിക്ക് തോന്നുന്നില്ല. അവരാണെങ്കിൽ എന്ത് ധൈര്യത്തിൽ ചേച്ചിയുടെ മുമ്പിൽ വരും? ഇവിടെ നിൽക്കാണ്ട് പോയാ പോരെ? ഇത് നിന്റെ അച്ഛൻ കള്ളം പറഞ്ഞായിരിക്കത്തേ ഉള്ളൂ. അപ്പൊ ഞാനും ചേച്ചി അതിനെപ്പറ്റി പറഞ്ഞതേ ഉള്ളൂ. ഇതന്നെയല്ലേ ഞാനും പറഞ്ഞത്. കുഞ്ഞമ്മ, അച്ഛൻ ഞങ്ങളോട് കള്ളം പറയില്ല. നിനക്ക് നിന്റെ അച്ഛൻ അറിയാത്തോണ്ടാ മാളും. നിന്റെ അച്ഛൻ എല്ലാരോടും കള്ളം പറയും, നിന്നോടും പറയും. എന്നാലും എന്നോട് അച്ഛൻ കള്ളം പറയില്ല.